ഇത് ഞങ്ങളെ ഹോസ്പിറ്റലിലെ 4ാമത്തെ ദിവസമാണ്. ഞാനും ചേച്ചി ഇവൻ കൂടി ഇതാ രാവിലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് വന്നതാട്ടോ. ഇവിടെ ടോട്ടൽ 5 ദിവസമാണ് അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് 4ാമത്തെ ദിവസമാണ്. നാളെ ഡിസ്ചാർജ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അവർ ചെക്ക് ചെയ്തിട്ട് വേറെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ഉണ്ടാവും. ഇവിടുന്ന് രാവിലെ തന്നെ ഇതാ അപ്പവും മുട്ടക്കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ആണെങ്കിലും ഇത് 4th ഫ്ലോറിലായതുകൊണ്ട് പുറത്തേക്ക് ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ. ഇവിടെ നൈറ്റൊക്കെ ഫുഡ് കഴിക്കാൻ വരുമ്പം നമുക്ക് എന്താ പറയുക, എവിടെ ട്രിപ്പൊക്കെ പോയ ഫീലായിരിക്കും. അമ്മ എന്നും എഴുന്നേറ്റിട്ടില്ല, കിടക്കുകയാണ്. അമ്മേൻ്റെ ഫുഡൊക്കെ ഇതാ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല, കഴിക്കണം ഇനി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മേൻ്റെ ഫുഡ് അവർ റൂമിലേക്ക് കൊണ്ടുതരുമെന്ന്. ഇന്നിതാ ദോശയും കറിയും പിന്നെ എഗ്ഗുമാണ് ഉണ്ടായിരുന്നത്. അമ്മേനെ നോക്കുന്ന മെയിൻ ആൾ ഇവാണ് കേട്ടോ. അത് പിന്നെ പറയണ്ടല്ലോ, അമ്മേൻ്റെ മരുന്ന് തീർന്നോ നോക്കുന്നത്, അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്, അമ്മേൻ്റെ ഫുൾ കാര്യം നോക്കുന്നത് ഇവാണ്. ഞാനും ചേച്ചിയൊക്കെ വെറുതെ ഇവുവിന് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ ഞാനും ഏട്ടനും ചേച്ചിയും ഇവുമാണ് കേട്ടോ നിൽക്കാറുണ്ടായിട്ട്. ഇന്ന് പകൽ ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ചേച്ചിയും ഏട്ടനും വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി പോവും. പിന്നെ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ എടുക്കണ്ട, അപ്പോൾ അങ്ങനെ അവർ പോവും. പോയിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ, നൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വരും. ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ ആൾക്കാർ കൂടെ കുറേ ആൾക്കാർ വേണമെന്നൊന്നുമില്ല. ഞങ്ങൾ പിന്നെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും റെസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ റൂമിൽ വെറുതെ ഇരിക്കുകയാണ്, ഫുഡ് കഴിക്കാൻ നേരത്ത് ക്യാൻറ്റീനിൽ പോകുന്നു, കഴിച്ചിട്ട് വരുന്നു. എന്ത് സുഖം. ഞങ്ങൾക്കും റെസ്റ്റായിരുന്നു ഈ കുറച്ച് ദിവസം. അമ്മയ്ക്ക് പിന്നെ ആദ്യത്തെ 2 ദിവസം ട്യൂബ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞേരം പിന്നെ ട്യൂബ് റിമൂവ് ചെയ്തു. അമ്മേൻ്റെ കാര്യമൊക്കെ പിന്നെ ഇവർ നേഴ്സുമാർ അവർ തന്നെ നോക്കുക കേട്ടോ. അമ്മേൻ്റെ ഓരോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കും. നമ്മൾ ജസ്റ്റ് ഫുഡ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവിടുന്ന് ഹോസ്പിറ്റലിനെ അവർ തന്നെ നോക്കുമായിരുന്നു. പിന്നെ സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, 2 ദിവസമല്ല, പിറ്റേന്ന് രാവിലെ തന്നെ ജസ്റ്റ് നടന്ന് നോക്കാൻ തുടങ്ങി. ആദ്യം കുറച്ച് നടന്നു, പിന്നെ അങ്ങനെ ഒരുപാട് നടക്കുന്നല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയായിരുന്നു. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ഇവിടെ തന്നെ നോക്കിയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചേച്ചിയും ഏട്ടനും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവർ വീട്ടിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് വരും. പിന്നെന്താ BP ഒക്കെ ചെക്ക് ചെയ്യാനും അങ്ങനെയെല്ലാം നോക്കാനൊക്കെ നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ചുമ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് 3 നേരം നെബുലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ വരും. പിന്നെ ഇതാ അമ്മേൻ്റെ ഉച്ചത്തെ ഫുഡ് എത്തി കേട്ടോ. ഉച്ചയ്ക്ക് ഇതാ ബീട്രൂട്ട്, തൈര്, പിന്നെ അവിയൽ, സാമ്പാറും ഒരു മീൻകറിയും, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തതും ഉണ്ടായിരുന്നു. ഇതാകുമ്പോൾ അവരധികം സ്പൈസി ഒന്നും അല്ലാണ്ട് ഇവർക്ക് അമ്മയ്ക്ക് കഴിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് ഇപ്പം അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഫുഡാണ് ഇവരിപ്പോൾ തരുന്നത്. ഫുഡ് ഇവിടെ നിന്ന് തന്നെ തരുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുക എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ആ ടെൻഷൻ ഇല്ലല്ലോ, അവർ അതിനനുസരിച്ചുള്ള ഫുഡ് തരുമ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചായയൊക്കെ കുടിച്ചു. എനിക്ക് നല്ല വിശപ്പ് തോന്നി, അപ്പം ഞാൻ പോയി ചായയൊക്കെ കുടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. ചേച്ചി അവരൊക്കെ പോയപ്പോൾ പിന്നെ എനിക്ക് വിശക്കുകയും ചെയ്തില്ല. പിന്നെ ഞാൻ ചടച്ച് പോകാമെന്ന് അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വേഗം പോയി ചായയൊക്കെ കുടിച്ചു. ഞാൻ ചായ കുടിച്ച് വരുമ്പോഴത്തേക്ക് ചേച്ചി ചേട്ടനൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായി. രണ്ടാളും വന്നിട്ട് ഇപ്പൊ ചോദിച്ചു ഞങ്ങൾ വളരെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഓളെല്ലാം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയുണ്ട്. എല്ലാവരും നോക്കിയ
വലിയ കുട്ടിയാ